നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസാണ്. അവർക്ക് പെൻഷൻ അക്കൗണ്ടിലെത്തിയോ, അതുപോലെ തന്നെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനി മസ്റ്റിംഗ് ചെയ്യേണ്ടതുണ്ടോ, വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ എന്നിവയെല്ലാം അറിയാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ, സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ ഫോണിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ ക്രോമിലോ പെൻഷൻ സേവന എന്ന് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പെൻഷൻ എന്നോ പെൻഷൻ സേവന എന്നോ എന്തെങ്കിലും ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വെബ്സൈറ്റ് ആയിരിക്കും കാണിക്കുക, പെൻഷൻ തിരച്ചിൽ. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പെൻഷൻ തിരച്ചിൽ എന്ന് കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പെൻഷൻ ID കാർഡ് നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറോ അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കുന്ന അക്കൗണ്ട് നമ്പറോ ഇതിലേതെങ്കിലും ഒന്ന്, നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ആധാർ കാർഡ് നമ്പറാണ് ഇതിൽ ഏറ്റവും സുഖം. ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പെൻഷൻ ID അറിയുന്ന ആൾക്കാണെങ്കിൽ പെൻഷൻ ID കൊടുക്കുക. അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പെൻഷൻ വരുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ അവിടെ കൊടുക്കുക. അതിനുശേഷം താഴത്ത് കാണുന്ന ആ 4 അക്ക നമ്പർ, അത് മാറിയിരിക്കും. ആ 4 അക്ക നമ്പർ അവിടെ കൊടുക്കുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള വിവരങ്ങളും, പേര്, ആധാർ നമ്പർ, പെൻഷൻ ID എന്നിവയെല്ലാം അവിടെ കാണിക്കും. നമുക്ക് ചിലപ്പോൾ 2 പെൻഷൻ ലഭിക്കാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ, അല്ലെങ്കിൽ വാർദ്ധക്യ പെൻഷൻ, 2 പെൻഷൻ ലഭിക്കാറുണ്ട്. അങ്ങനെയുള്ള 2 പെൻഷൻ അവിടെ കാണിക്കും. അല്ലാത്ത ആളുകൾക്ക് ഒരു പെൻഷൻ അവിടെ കാണിക്കും. അതിന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര്, അതുപോലെ തന്നെ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ പെൻഷൻ ID, പെൻഷൻ തുടങ്ങിയ മാസം എല്ലാം അവിടെ കാണിക്കും. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് തന്നെ 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളാണ്. 2010 പെൻഷൻ അപ്രൂവൽ ചെയ്തത്. ഇപ്പോഴത്തെ പെൻഷൻ്റെ സ്റ്റാറ്റസ് ആക്റ്റീവാണ്. അതുപോലെ തന്നെ മസ്റ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇത് അക്കൗണ്ടിലേക്കാണ് പെൻഷൻ വരുന്നത്, ഡയറക്റ്റ് ടു ഹോമിലേക്കാണ് പെൻഷൻ വരുന്നതെന്നും, ഡീറ്റെയിൽസ് ആൻഡ് സ്റ്റാറ്റ്സിൻ്റെ അവസ്ഥ എന്താണെന്നും, അതുപോലെ തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട്, മസ്റ്റിംഗ് സമർപ്പിച്ചിട്ടുണ്ട്. പുനർവിവാഹിത എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇതിന് ആവശ്യമില്ല, ബാധകമില്ല. കാരണം ഈ ഒരു വ്യക്തിക്ക് 60 വയസ്സ് കഴിഞ്ഞ ആളായതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യമില്ല. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും. അതിലിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, മസ്റ്റിംഗ് അവിടെ കാണിച്ചിട്ടുള്ള സമയത്ത് സമർപ്പിച്ചിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ മസ്റ്റിംഗ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയയിൽ പോയി വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ സമർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാ കാര്യങ്ങളും അവിടെ കറക്റ്റായിട്ട് സമർപ്പിക്കണം. എന്നാൽ മാത്രമായിരിക്കും അവർക്ക് തുടർന്നും പെൻഷൻ ലഭിക്കുക. ഇത് നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. പെൻഷൻ സേവന എന്ന ഫോണിൽ അടിച്ചു കൊടുത്ത് പെൻഷൻ തിരച്ചിൽ, അവിടെ നമ്മുടെ ആധാർ നമ്പർ മാത്രം നോക്കിയാൽ മതി, വേറെ കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല. അല്ലെങ്കിൽ ആധാർ നമ്പർ അറിയാത്ത ആളുകളാണെങ്കിൽ പെൻഷൻ ID എല്ലാം അവിടെ സമർപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ ID പല ആളുകൾക്കും അറിയില്ല. അത് ഇതിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.